അങ്ങനെ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ഒരു അവസാനം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക ചാമ്പ്യനെ നിർണ്ണയിക്കപ്പെടുകയാണ് ഈ ഒരു ഗെയിമിൽ. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ 14ാമത്തെ ഗെയിമാണിത്. അപ്പോൾ ഈ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്നയാൾ ലോക ചാമ്പ്യനാവും. ജയിച്ചില്ലെങ്കിൽ ഡ്രോ ആണെങ്കിൽ ടൈ ബ്രേക്കേഴ്സിലോട്ട് പോകും. അപ്പോൾ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടിയാണ്. 6.5 പോയിന്റ് വെച്ച് ഇരുവർക്കും ഉണ്ട്, ഡിംഗ്ലറിനും ഗുക്കേഷിനും. ഇവിടെ ഡിംഗ്ലറിനാണ് 14ാമത്തെ ഗെയിമിൽ വൈറ്റ് കളിക്കുന്നത്, ഗുക്കേഷാണ് ബ്ലാക്ക് കളിക്കുന്നത്. ഇപ്പോൾ ഗെയിം ഒന്ന് കണ്ടു നോക്കിയാലോ, വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ്. ഇവിടെ ഡിങ് നൈറ്റ് F3 വെച്ച് തുടങ്ങുന്നു. ഇത് റെറ്റി ഓപ്പണിംഗ് ആണ്. ഗുക്കേഷ് D5 കളിക്കുന്നു, പോൺ G3 കളിക്കുന്നു. അപ്പോൾ കിങ്സ് ഇന്ത്യൻ അറ്റാക്കിലാണ് ഇവിടെ ഡിങ് കളിക്കുന്നത്. ഗുക്കേഷ് C5 കളിച്ച് സെൻറ്ററിലേക്ക് കൺട്രോൾ ചെലുത്തുന്നു. ബിഷപ്പ് G2, നൈറ്റ് C6. ഇവിടെ ഡിങ് പോണിന് D4 കളിക്കുന്നു. ഈ മൂവ് കളിച്ചില്ലെങ്കിൽ പോണിന് ഈ പോണും കൂടെ പുഷ് ചെയ്ത് 3 പോണുകളും വെച്ച് ഇവിടെ ഗുക്കേഷിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റർ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഡിങ് D4 കളിക്കുന്നത്. E6 കളിക്കണം, കാരണം ഗുക്കേഷിൻ്റെ ഇവിടുത്തെ ബിഷപ്പ് അടഞ്ഞു കിടക്കുവാണെങ്കിലും ഇതിന് ലോങ് ടേം പ്ലാൻസ് ഉണ്ട്. ഇവിടെ വൈറ്റ് ജസ്റ്റ് കാൻസൽ ചെയ്യുന്നു. ഗുക്കേഷ് പോൺ വെച്ചെടുക്കുന്നു, നൈറ്റ് വെച്ച് തിരികെ എടുക്കുന്നു. ഇവിടെ ഗുക്കേഷ് ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയയിലേക്ക് പോവുകയാണ്. നൈറ്റ് ജിയിലിരിക്കുന്ന നൈറ്റിനെ E7 കളിക്കുന്നു. ഇവിടുത്തെ മോസ്റ്റ് പോപ്പുലർ മൂവ് ബിഷപ്പ് C5 കളിച്ച് ആ ഒരു നൈറ്റിലേക്ക് അഡീഷണൽ പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗുക്കേഷ് ഇവിടെ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു. ഗുക്കേഷ് കളിക്കുന്നത് നൈറ്റ് G7. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഐഡിയ? ഇത് കാണുന്നത് ഈ നൈറ്റ് വെച്ച് നേരത്തെ ഈ നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഈ പോൺ വെച്ച് തിരികെ എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ബിഷപ്പ് ഒരുപാട് നല്ല ആക്റ്റീവ് ഡയഗണലിൽ കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നൈറ്റിനെ വെച്ച് നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ നൈറ്റ് വെച്ച് തിരികെ എടുക്കാം. പോൺ C4 കളിക്കുന്നു, നൈറ്റ് വെച്ച് എടുക്കുന്നു, ക്യൂൻ വെച്ച് തിരികെ എടുക്കുന്നു. ഇനി നൈറ്റ് C6 കളിച്ച് ആ ക്യൂനിട്ട് തന്നെ ഒരു കൊട്ട് കൊടുക്കുന്നു. ക്യൂൻ ജസ്റ്റ് തിരികെ പോകുന്നു, പോൺ D4. അപ്പോൾ ആ നൈറ്റിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ക്വയർ ഇവിടെ ഗുക്കേഷ് തടുത്തിരിക്കുകയാണ്. E3 കളിക്കുന്നു. അപ്പോൾ ഡിങ്ങിന് എന്തായാലും ആ നൈറ്റിനെ അങ്ങോട്ട് തന്നെ ഡെവലപ്പ് ചെയ്യണം. അതിനായിട്ട് ഈ പോണിനെ ചലഞ്ച് ചെയ്യുന്നു. ഗുക്കേഷ് ഒരു മൂവ് വേസ്റ്റ് ആവുന്നില്ല, ആ പോണിനെ എടുക്കാനോ നോക്കുന്നില്ല, ജസ്റ്റ് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഡിങ് വെട്ടി ബിഷപ്പ് വെച്ച് തിരികെ ഗുക്കേഷ് എടുക്കുന്നു. അപ്പോൾ ഫൈനലി ഇനി ആ നൈറ്റിന് C3 വരാവുന്നതാണ്. ഡിങ് അവിടെ കളിക്കുന്നു. ഗുക്കേഷ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഡിങ് നൈറ്റ് B5 കളിച്ച് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ആ ബിഷപ്പിനെ കൊടുക്കാൻ ഇവിടെ ഗുക്കേഷ് റെഡിയല്ല. ഗുക്കേഷ് ജസ്റ്റ് ബിഷപ്പിനെ B6 കളിക്കുന്നു. അപ്പോൾ ഇവിടെ ക്യൂൻ എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ക്യൂൻ അവിടെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്ക് ആക്റ്റീവ് ആവുന്നതാണ്. അതുകൊണ്ട് അതിനൊന്നും പോകുന്നില്ല. ജസ്റ്റ് B3 കളിച്ചിട്ട് ആ ബിഷപ്പിനെ ലോങ് ടാങ്കിളിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ഡിങ് ശ്രമിക്കുകയാണ്. ഗുക്കേഷ് A6 കളിച്ചിട്ട് ഇവിടെ ഡിങ്ങിൻ്റെ കുതിരയെ ഓടിച്ചു വിടാൻ നോക്കുന്നു. ഡിങ് പുറകോട്ട് തന്നെയാണ് പോകുന്നത്, നൈറ്റിന് പുറകോട്ടാണ് കളിക്കുന്നത്. ഇനി എന്തുകൊണ്ട് നൈറ്റ് D6 കളിച്ചു വിടാം? ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അറ്റാക്കിംഗ് പൊസിഷൻ കിട്ടില്ലേ? പക്ഷെ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് D4 എന്നുള്ള നീക്കമുണ്ട്. അപ്പോൾ ഇത് റൂക്കിലേക്കും അറ്റാക്കാണ്. അത് മാത്രമല്ല ക്യൂ നേരെ ഈ ഒരു നൈറ്റിലേക്കും അറ്റാക്കാണ്. അപ്പോൾ റൂക്കിലേക്ക് നൈറ്റിലേക്ക് ഒരേ സമയം അറ്റാക്ക് വരും. അപ്പോൾ ഈ പൊസിഷൻ ഇവിടെ ബ്ലാക്കിന് നല്ലൊരു പ്ലസ് വിന്നിങ് പൊസിഷനിലോട്ട് പോകും. അപ്പം അതുകൊണ്ടാണ് ആ നൈറ്റ് അങ്ങോട്ട് കയറി വരാതെ തിരികെ പോയത്. ഗുക്കേഷ് ബിഷപ്പ് D4 കളിച്ച് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഡിങ് ബിഷപ്പ് വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. E5. അപ്പോൾ ഗുക്കേഷിൻ്റെ സ്ട്രക്ചർ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബിഷപ്പ് ഉണ്ട്, നൈറ്റ് ഉണ്ട്, E5 ഒരു പോൺ ഉണ്ട്, നല്ല സെൻട്രൽ കൺട്രോൾ ഉണ്ട് ഗുക്കേഷിന്. ക്യൂൺ D2 കളിക്കുന്നു. അപ്പോൾ ഡിങ്ങും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല, ബെസ്റ്റ് മൂവ്സ് തന്നെ കളിക്കുവാണ്. ബിഷപ്പ് E6 ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഡിങ് ഇവിടെ അറ്റാക്ക് തുടങ്ങുന്നു. നൈറ്റ് D5 നൈറ്റിനെ സെൻട്രലോട്ട് കളിച്ച് ആ ബിഷപ്പിനെയും കൂടെ ചലഞ്ച് ചെയ്യുന്നു. ഗുക്കേഷ് കൂളായിട്ട് B5 പോലത്തെ മൂവ് കളിക്കുന്നു. ആ ഒരു പോൺ വെച്ച് പോണിനെ വെട്ടിക്കഴിഞ്ഞാൽ ആ നൈറ്റിലേക്കുള്ള പ്രൊട്ടക്ഷൻ അവിടെ പോകും. അവിടെ ഈ ഒരു നൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ ഒരു ബിഷപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിനെതിരെ ബിഷപ്പും ക്യൂനും കൂടെ അറ്റാക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ആ നൈറ്റിനെ എടുക്കാൻ സമയമില്ല, കാരണം തൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം പോൺ വെച്ച് എടുക്കുന്നു. ഇനി ഇവിടെ ഡിങ് ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ പോവാണ്. നൈറ്റ് F4. കാര്യം ഈ നൈറ്റിനെ ഇവിടെ വിട്ട് കൊടുക്കുവാണ്, പക്ഷേ തിരികെ കിട്ടാൻ പോണത് ഈ നൈറ്റാണ്. ആ നൈറ്റ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റൂക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് പ്ലാൻസ് ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇനി രണ്ടിനെ സേവ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് കളിക്കാം? ജസ്റ്റ് അങ്ങ് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഗെയിമിൽ പോൺ വെച്ച് നൈറ്റിനെ എടുത്തു, ബിഷപ്പ് വെച്ചെടുത്തു. ഇനി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഈ ബിഷപ്പ് വെച്ചിട്ട് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ഗുക്കേഷ് എങ്ങനെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്? ഗുക്കേഷ് കളിക്കുന്നത് റൂക്കിനെ സേവ് ചെയ്യാൻ പോവോ വേറെ എന്തെങ്കിലും ചെയ്യുമോ? ഗുക്കേഷ് നല്ല കൂളായിട്ട് തിരിച്ച് ബിഷപ്പിനെ അങ്ങ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്യൂൻ വെച്ച് ക്യൂനിനെ എടുക്കാൻ പോയാൽ റൂക്ക് വന്ന് തിരികെ വെട്ടിയെടുക്കും.
ഈ ഒരു റൂക്കിനെ എടുക്കാൻ പോയി കഴിഞ്ഞാലോ ഇവിടെ ക്യൂൻ ജസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് അതിലേക്ക് രണ്ടിലേക്കും പോവാതെ ഈ ഒരു എക്സ്ചേഞ്ചിന് ശേഷം ക്യൂൻ വെച്ചിട്ട് ബിഷപ്പിനെ എടുക്കുന്നത്. ഗുകേഷ് ഇനി ജസ്റ്റ് റൂക്ക് ഇവിടെ B8 കളിച്ച് ആ പോണിന് ഒരു സപ്പോർട്ട് നൽകുന്നു. റൂക്ക് വെച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. ഗുകേഷ് ക്യൂൻ B6 കളിച്ചിട്ട് ഡിങ്ങിന്റെ ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ഡിങ് ജസ്റ്റ് ബിഷപ്പിനെ F3 കൊണ്ടുവരുന്നു. പോൺ വെച്ചെടുക്കുന്നു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ പോൺ വെച്ച് എടുക്കാൻ പറ്റില്ല, കാരണം പിൻഡാണ്. അതുകൊണ്ട് ഈ പോൺ വെച്ചെടുക്കുന്നു. അപ്പോൾ ഇനി ഗുകേഷ് പോണിനെ B4 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു വൈറ്റിന്റെ B4 തടയാനും കൂടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ. അത് മാത്രമല്ല ഈ ഒരു പോണിനെ ഇനി ഈ ഒരു ബിഷപ്പൊക്കെ വന്ന് ഹരാസ് ചെയ്യാനും ചാൻസുകളൊക്കെ ഉണ്ട്. എന്നാലും അപ്പോൾ ആ ഒരു പ്ലാൻ ആയിട്ടാണ് ഇങ്ങനെ B4 എന്നുള്ള മൂവ് കളിക്കുന്നത്. A4 കളിക്കുകയാണ് ഇവിടെ ഡിങ്. അപ്പോൾ ഈ പൊസിഷനിൽ ഇതിൻ്റെ ഐഡിയ 10% വെച്ച് എടുത്തു കഴിഞ്ഞാൽ മറ്റേ റൂക്കിന് ഒരു ഓപ്പൺ ഫയൽ കിട്ടുന്നതാണ്. കളിയിൽ ജസ്റ്റ് റൂക്ക് A3 വരുന്നു. അപ്പോൾ ഈ ഒരു പോണിലേക്ക് നല്ല പ്രൊട്ടക്ഷൻ ഇപ്പോൾ തൽക്കാലം ഉണ്ട്. ഇപ്പോൾ ക്യൂനുണ്ട്, റൂക്ക് ഉണ്ട്, തൽക്കാലം ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. G6 ജസ്റ്റ് കളിക്കുന്നു. ഇവിടെ ക്യൂൻ D4 കളിച്ച് ഒരു ക്യൂനിനെ എക്സ്ചേഞ്ചിലോട്ട് പോയിട്ട് ഒരു ഡ്രോയിഷ് അപ്രോച്ചിലേക്ക് ഇവിടെ ഡിംഗ്ലറിനെ ശ്രമിക്കുകയാണ്. ഗുകേഷിന് ഡ്രോ വേണ്ട, ഗുകേഷിന് ഫൈറ്റ് ചെയ്യണം. അതുകൊണ്ട് ക്യൂനിനെ B5 കളിക്കുന്നു. ഇവിടെ സർപ്രൈസിംഗ്ലി പോൺ ടു B4 എന്നുള്ള മൂവ് കളിക്കുകയാണ് ഇവിടെ ഡിങ് എന്തുകൊണ്ട് ഈ പോണിനെ കാക്കാൻ വേണ്ടി റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുപോയില്ല? ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ റൂക്ക് D8 വരും, ക്യൂനിലേക്ക് അറ്റാക്ക് വരും. ഇനി ക്യൂന് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ക്യൂൻ വീണ്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ റൂക്ക് D3 വന്നിട്ട് ആ ക്യൂവിനെയും ബിഷപ്പിനെയും ഒരേ രീതിയിൽ അറ്റാക്ക് ചെയ്യും. ആ പോണിലേക്കും പ്രഷർ വരും. അപ്പോൾ ഈ പൊസിഷനും ഗുകേഷിന് കുറച്ചുകൂടി ഒരു വിന്നിങ് പൊസിഷനിലോട്ട് പോകും. അതുകൊണ്ടാണ് ആ ഒരു പോണിനെ സേവ് ചെയ്യുന്നതിന് പകരം ഈ ഒരു മൂവിന് ശേഷം പോണിനെ B4 ഇവിടെ ഡിങ് കളിക്കണം. എന്തായാലും ഗുകേഷ് വെട്ടിയെടുത്തു. അവസാനം ഒരു ക്യൂവിനെ ഇവിടെ ഒരു ക്യൂൻ എക്സ്ചേഞ്ച് എങ്കിലും നടന്നു. അപ്പോൾ ഒരു എൻ ഗെയിമിലോട്ട് പോകാമല്ലോ. ഡിങ് കുറച്ചുകൂടെ ആശ്വസിച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ ഒരു മോറലെസ് ഈക്വൽ പൊസിഷൻ തന്നെയാണ്. ആർക്കും ഒരു ക്ലിയർ വിന്നിങ് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഗുകേഷിന് കുറച്ചുകൂടി പ്രസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പീസ് പോയ പിന്നെ ക്യൂൻ എക്സ്ചേഞ്ചിന് ശേഷം ദാ കിടക്കണം അടുത്ത റൂക്ക് എക്സ്ചേഞ്ച്. വേറെ നിവൃത്തിയില്ല. ഇവിടെ കിങ്ങുമായിട്ട് ഇവിടെ നേരെ അറ്റാക്ക് ഉള്ളതുകൊണ്ട് ഈ റൂക്കിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് വെട്ടിയെടുക്കുക. ബിഷപ്പ് വെച്ച് തിരികെ വെട്ടുന്നു. G5 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഡിങ്ങിന് F4 കളിക്കാൻ പറ്റില്ല. F4 കളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജസ്റ്റ് വെട്ടിയെടുക്കും. ഈ ഒരു എൻ ഗെയിം ഇവിടെ ഗുകേഷിന് വിന്നിങ് ആയിരിക്കും. അപ്പോൾ F4 തടയുവാണ് ഇങ്ങനെ ഒരു മൂവോടെ. ബിഷപ്പ് D5 കളിച്ച് ആ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഗുകേഷ് ബിഷപ്പിനെ വിട്ടുകൊടുക്കുന്നില്ല. ബിഷപ്പ് F5 കളിക്കുന്നു. റൂക്ക് C1, കിങ് G7. കിങ്ങിൻ്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാണ്. റൂക്ക് C7, ബിഷപ്പ് G6. ഇനി ഇവിടേക്കുള്ള വേറെ ത്രെട്ടുകളൊന്നുമില്ല. റൂക്ക് ഇവിടെ വന്നതോടെ ഇങ്ങനൊരു ത്രെട്ട് ഉണ്ടെന്ന് തോന്നാം. പക്ഷേ ഈ ബിഷപ്പ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രൊട്ടക്ഷനാണ് ഇവിടെ നൽകുന്നത് കിങ്ങിന് മൊത്തമായിട്ട്. കിങ്ങിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ വൈറ്റിന്. ഡിങ് ജസ്റ്റ് റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഗുകേഷ് ജസ്റ്റ് ചെക്ക് കൊടുക്കുന്നു. റൂക്ക് എക്സ്ചേഞ്ചിലോട്ട് പോകുന്നില്ല. ഗുകേഷ് വീണ്ടും പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിങ് മുകളിലേക്ക് കയറി വരാതിരിക്കാൻ ഈ നല്ല ഫയലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി റൂക്ക് അവിടെ നിൽക്കുകയാണ്. ഡിങ്ങും ഇതേ സ്ട്രാറ്റജി സെയിം ഇവിടെ തന്നെ നിന്നിട്ട് കിങ്ങിനെ മുന്നോട്ട് വരുത്താതെ നോക്കുകയാണ്. H5, റൂക്കിനെ അവിടെ തന്നെ വെച്ചിട്ട് കിങ്ങിന് മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടി റൂക്കിനെ ഇവിടെ E5 കളിക്കുന്നു. ബിഷപ്പ് വെച്ചിട്ട് ഇവിടെ കളിക്കുന്നു. കിങ് H6 കളിക്കുന്നു. ഇനി ഭാവിയിലുള്ള ഐഡിയ പോൺ G4 പുഷ് ചെയ്തിട്ട് ഈ ഒരു ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കിങ് ജസ്റ്റ് മാറുന്നു. റൂക്ക് E6 കളിക്കുന്നു. റൂക്ക് C4, ഫൈനലി G4 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ കിങ്ങിനെ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്യാനായിട്ടാണ്. ബിഷപ്പിനെ ഇവിടെയൊക്കെ കളിച്ചിട്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യണം. റൂക്ക് ജസ്റ്റ് പോയിട്ട് തിരിച്ച് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. ബിഷപ്പ് തിരികെ പോകുന്നു. കിങ് G5. അപ്പോൾ കിങ് കൂടുതൽ ആക്റ്റീവ് ആവുകയാണ്. F3 കളിച്ചിട്ട് ആ ഒരു പോണിനെ ചലഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ആ പോണിന് പ്രൊട്ടക്ഷൻ ആയിട്ട് ഈ ഒരു ബിഷപ്പ് ഉണ്ട്. F5 കളിച്ചിട്ട് ആ ഒരു പൊസിഷൻ കുറച്ചും കൂടെ സോളിഡിഫൈ ചെയ്യുന്നു. പോൺ വെച്ചെടുക്കുന്നു. പോൺ വെച്ച് തിരികെ എടുക്കുന്നു. റൂക്കിനെ ഇവിടേക്ക് കളിക്കുന്നു. അപ്പോൾ ആ ഒരു ഫയലിൽ തന്നെ നിൽക്കുവാണ്. ആ ഒരു B5 തന്നെ നിൽക്കുവാണ്. അപ്പോൾ ആ B5 നിൽക്കുന്നതും ആ 4th റാങ്കിൽ നിൽക്കുന്നതോടെ കിങ്ങിന് മുന്നോട്ട് കയറി വരാൻ പറ്റില്ല. ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് കളിക്കുന്നു. കിങ് വീണ്ടും മുന്നോട്ട് വരുന്നു. റൂക്ക് വെച്ചൊരു ചെക്ക് നൽകുന്നു. അപ്പോൾ ഇതും മോറലെസ് ഡ്രോയിങ് പൊസിഷനിലോട്ട് തന്നെയാണ്. കിങ് G1, കിങ് F6, റൂക്ക് വെച്ചൊരു ചെക്ക്, കിങ് G5, റൂക്ക് വെച്ച് വീണ്ടും. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുവാണ്. ബിഷപ്പ് E6 കളിക്കുന്നു. റൂക്ക് A4, ബിഷപ്പ് വെച്ച് ഇവിടെ റൂക്ക് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ മോറലെസ് 20 വെയിറ്റിംഗ് മൂവ്സ് കളിക്കുകയാണ്.
ഗുകേഷ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എക്സ്ട്രാ പോൺ വെച്ച് കുറച്ചുകൂടെ പുഷ് ചെയ്യാനാണ് അവിടെ ഗുകേഷിന് ശ്രമം. ബിഷപ്പ് എ8, കിങ് ജസ്റ്റ് മാറുന്നു, റൂക്കിനെ F4 കളിക്കുന്നു. കിങ് ആക്ടിവേറ്റ് ആവുന്നു. കിങ്ങിനെ ഫൈനലി ഒരു സെൻട്രൽ സ്ക്വയറിലേക്ക് വരാൻ പറ്റി. റൂക്ക് F2. ഈ പൊസിഷനിൽ ഇവിടെ ഗുകേഷ് ഒന്ന് ഞെട്ടി. ഈ ഒരു പൊസിഷനിൽ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു. ഇവിടെ ഗുകേഷ് നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഐഡിയ കാണുന്നു. ഇവിടെ വേറെ എന്തെങ്കിലും കളിക്കുന്നവരെ ഗുകേഷ് ഇരുന്ന് തൻ്റെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ തനിക്ക് എന്തൊക്കെയോ ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു, നിങ്ങൾ ലൈവ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ചെസ് ബേസ് ഇന്ത്യ ചാനലിലോ അല്ലെങ്കിൽ chess.com ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ ഗുകേഷിന് ഇവിടെ വിന്നിങ് ആണെന്ന് അറിയാനായിട്ട് ഗുകേഷ് തൻ്റെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ പെട്ടെന്ന് തിടുക്കമൊന്നും കാണിക്കാതെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫിനിഷിംഗ് ബ്ലോ കളിക്കുകയാണ്. എന്താണ് ആ മൂവ്? റൂക്ക് ടേക്സ് F2. ഈ ഒരു മൂവിന് ശേഷം കിങ് വെച്ച് എടുത്തു കഴിഞ്ഞു. കിങ് വെച്ച് എടുത്തതിന് ശേഷം ബിഷപ്പിനെ D5 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു ബിഷപ്പ്, ഡിങ്ങിൻ്റെ ഈ ബിഷപ്പ് കോർണറിലായതുകൊണ്ട് ഇതിന് അനങ്ങാൻ വേറെ ഒരു നിവർത്തിയില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ബിഷപ്പ് പോവുകയും ചെയ്യും. വേറെ ഒരു നിവർത്തിയില്ല എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതല്ലാതെ. ഗുകേഷ് ജസ്റ്റ് വെട്ടിയെടുക്കുന്നു, ഇവിടെ വെക്കുന്നു. അങ്ങനെ ചരിത്ര നിമിഷം വരുവാണ്. ഇവിടെ കിങ്ങിനെ E5 കളിക്കുന്നു. ഡിങ് റിസൈൻ ചെയ്യുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ ഈ കളി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ കിങ് മാറിക്കഴിഞ്ഞാൽ പോൺ F4 കളിക്കും. വെട്ടിക്കഴിഞ്ഞാൽ കിങ് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ G3 പുഷ് ചെയ്യും. കിങ് തടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇങ്ങോട്ട് മാറിയാൽ G2 വരും. അടുത്ത മൂവില് കിങ് F2 വരും. ആ ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്യുന്നത് തടുക്കാനും പറ്റില്ല. അപ്പൊ ചരിത്ര നിമിഷം കുറിച്ചിരിക്കുകയാണ് ആ ഒരു മൂവോടെ. ഗുകേഷിന്റെ ഇമോഷൻസ് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. എത്രത്തോളം സന്തോഷവും എത്രത്തോളം എല്ലാവർക്കും, ഗുകേഷിന് മാത്രമല്ല അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഇമോഷണലായി. അത്രയും ഒരു കിടലിനാണ്. ആരും പ്രതീക്ഷയില്ല ഈ ഒരു ഗെയിം ഒരു ഡ്രോയിലേക്ക് പോകുന്ന ഒരു ഗെയിമായിരുന്നു. 99.75% ഇത് ഡ്രോയിലേക്ക് പോകുന്നു. പലരും പറഞ്ഞ വിൻ പ്രഡിക്റ്ററിൽ പോലും അങ്ങനെ അത് ഡ്രോയിലേക്ക് പോകുമെന്ന് പറഞ്ഞതാണ്. ആ ഒരു ചെറിയൊരു ചാൻസ് ഗുകേഷ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ലോകത്തിലെ തന്നെ യങ്ങസ്റ്റ് എവർ വേൾഡ് ചെസ് ചാമ്പ്യൻ ഗുകേഷ്. ആനന്ദിന് ശേഷം ഗുകേഷ് നമ്മളെല്ലാവരും അഭിമാനപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആനന്ദിന് ശേഷം ഗുകേഷ് ഇത് വേറെ ലോക ചാമ്പ്യൻ ആവുന്നത് എല്ലാവർക്കും ഒരു അഭിമാനകരമായ നിമിഷമാണ്. അപ്പോൾ ഗുകേഷിൻ്റെ ഈ അച്ചീവ്മെന്റിനെ പറ്റിയും ഈ ഗെയിമിനെ പറ്റിയുള്ളതും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസും ഗുകേഷിൻ്റെ വീണ്ടും വീണ്ടും ഉയരങ്ങൾ കീഴടക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ.